ഒരു ബട്ടർഫ്ലൈ തീം കേക്ക് കണ്ടാലോ? ഇത് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. വലിയ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ആദ്യം റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് നമ്മൾ കേക്ക് സെറ്റാക്കി എടുക്കുന്നത്. അത് നന്നായിട്ട് തന്നെ നമുക്ക് ക്രീമൊക്കെ തേച്ചിട്ട് നല്ല വൃത്തിക്ക് ഫിനിഷ് ചെയ്തെടുക്കണം. എന്നിട്ട് സെൻറ്ററിൽ കൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് വലിയ ഇതിലും നമ്മൾ 1 കിലോയുടെ ബോർഡാണ് എടുക്കുന്നതെങ്കിൽ അത് 1.5 കിലോയുടെ ഒരു ബോർഡ് എടുത്തിട്ട് അതിൻ്റെ ഒരു വശത്തേക്ക് അത് തിരിച്ചിട്ട് കേക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരു വശം വെച്ച് കൊടുത്ത് നമുക്ക് അടുത്ത വശം അതേപോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഫുൾ ഫിനിഷ് ചെയ്ത കേക്കാണെങ്കിൽ നമുക്കിനി ഈ 2 വശം മാത്രം 2 സൈഡ് മാത്രം ഒന്ന് നല്ല വൃത്തിക്ക് ക്രീം തേച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുന്നതാണ് എനിക്ക് ഒന്നുകൂടി എളുപ്പമായിട്ട് തോന്നിയത്. ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കറണ്ട് പോയി. പിന്നെ ലൈറ്റ് തെളിച്ച് വെച്ചിട്ടാണ് ബാക്കി വീഡിയോ ചെയ്യുന്നത്. ആദ്യം ഞാൻ ചെയ്ത കേക്കൊക്കെ റൗണ്ടിൽ നമ്മൾ കേക്ക് ആക്കിയിട്ട് ഒന്ന് ക്രം കോട്ട് ചെയ്തിട്ട് ഇങ്ങനെ മുറിച്ച് പീസാക്കിയിട്ടാണ് ഫൈനൽ കോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനേക്കാളും എളുപ്പമായിട്ട് തോന്നുന്നു ഇങ്ങനെ റൗണ്ട് ചെയ്യുമ്പം തന്നെ നല്ല വൃത്തിക്ക് ക്രീമൊക്കെ തേച്ച് സെറ്റാക്കിയാൽ പിന്നെ 2 സൈഡും മാത്രം നമുക്ക് ചെയ്തെടുത്താൽ മതി. പിന്നെ കസ്റ്റമർ തന്നിട്ടുണ്ടായിരുന്ന ഡിസൈൻ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അതുപോലെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ബട്ടർഫ്ലൈ തീം കേക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ സാധാരണ നോർമൽ 1 kg കേക്കിന് എടുക്കുന്നതിനേക്കാളും ക്രീമൊക്കെ 1/2 കപ്പ് കൂടുതലെടുത്ത് ബീറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. അത് നമ്മൾ ഇത് കവർ ചെയ്തെടുക്കാനായിട്ട് ക്രീം കൂടുതലായിട്ട് വേണം. പിന്നെ നമ്മൾ വർക്കെന്ന് പറഞ്ഞാൽ ഈ ഫോണ്ടൻറ്റിൽ ഫ്ലവറൊക്കെ ചെയ്തെടുത്ത് പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുമ്പോഴത്തേനും നമുക്ക് എക്സ്ട്രാ ചാർജ് ഒരു 250 രൂപയൊക്കെ എക്സ്ട്രാ വാങ്ങാവേ. പിന്നെ ഫോണ്ടൻറ്റിലല്ല നോർമൽ ഫ്ലവറൊക്കെയാണ് സാധാരണ ക്രീമിൽ തന്നെയാണ് ഫ്ലവറൊക്കെ വെക്കുന്നതിൽ ഒരു 200 രൂപ ഒക്കെ നമുക്ക് എക്സ്ട്രാ ചാർജായിട്ട് വാങ്ങാം. അപ്പം ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.